ഇതിപ്പോ എന്ത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുമോ, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരുമോ? മാറി മറിയാണല്ലോ കണക്കുകൾ. നേരത്തെ ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് പോയ കണക്ക് വെച്ച് നോക്കുമ്പോൾ 42 MLA-മാര് പിന്തുണയ്ക്കുന്നുണ്ട് കെ സി വേണുഗോപാലിനൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പോ ഈ അവസാന മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് 32 MLA-മാര് വി ഡി സതീശനെ തുണയ്ക്കുന്നുണ്ട്, കെ സി വേണുഗോപാലിനെ വെറും 22 MLA-മാർ മാത്രമേ തുണയ്ക്കുന്നുള്ളൂ എന്ന്. അതായത് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുന്നത് വി ഡി സതീശനെയാണ് എന്ന് വാർത്ത വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സകലതും പൊളിയാണല്ലോ. ഇതിലിപ്പോ ഏതാ ഇത്? മാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതാണോ, കോൺഗ്രസ് നേതൃത്വങ്ങൾ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നതാണോ, അതോ അഭ്യൂഹങ്ങൾ ഇറക്കുന്നതാണോ, എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടായാലും ഒരു കാര്യം ഉറപ്പ്, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ അതിന് പരമാവധി 6 മാസമേ ആയുസുണ്ടാവുള്ളൂ. നേരെ മറിച്ച് വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ 10 വർഷം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. സംഗതി എങ്ങനെയൊക്കെയാണെങ്കിലും കുറെ വികസന പ്രവർത്തനം നടന്നത് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, വണ്ടിയിലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഒരു 10 വർഷം അതൊരു തുടർഭരണം ഒരുപക്ഷെ കോൺഗ്രസിന് കേരളത്തിലെങ്കിലും സാധിച്ചേക്കാം. അങ്ങനെ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ വി ഡി സതീശനെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. ഏതായാലും പുറത്തു വരുന്ന വിവരങ്ങൾ വി ഡി സതീശന് 32 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുഴയുമല്ലോ കെ സി